Shopping Festival 2012. The View, brought to you by Grand Kerala Shopping Festival. ഇനി ദിവസങ്ങൾ മാത്രം. South Indian Bank. Grand Kerala Shopping Festival. ഈ ഇത്തരത്തിൽ വേറിട്ട വഴികളിലൂടെ പോയപ്പോൾ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ വളർന്ന ചുറ്റുപാടിൽ നിന്നോ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആദ്യഘട്ടത്തിലൊക്കെ? ഇപ്പൊ സംസ്കൃതം പഠിക്കുന്നു, ഇസ്ലാമായ അങ്ങ് അല്ലെങ്കിൽ മറ്റ് ഇതര മതങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ കവിതകൾ രചിക്കുന്നു, ഗാനങ്ങൾ രചിക്കുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്? ഓൾഡ് ടെസ്റ്റ്മെന്റ്സ്, ന്യൂ ടെസ്റ്റ്മെന്റ്സ് ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വേദങ്ങൾക്കെല്ലാം ഒരു മുഖച്ഛായ ഉണ്ട്. ആ മുഖച്ഛായയിൽ കണ്ണിന് വ്യത്യാസം, മൂക്കിന് വ്യത്യാസം, ചൂട്ടിന് വ്യത്യാസം, അത് ഈശ്വരായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കാണാം. പക്ഷെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തിത്വം ഒന്നാണ്. വേദങ്ങളുടെയും മറ്റുമെല്ലാം മനുഷ്യനൊന്നാണ്. ഓം സമാനമസ്തുവോ മനോ യഥാവസു സുഹാസതി. ഇത് ഋഗ്വേദത്തിലെ അവസാനത്തെ മന്ത്രമാണ്. ആ മന്ത്രത്തിൽ പറയുന്നത് ഈ രാഷ്ട്രത്തിലെ വിഭിന്ന ജനസമൂഹങ്ങളെല്ലാം ഏക മനസ്സായി തീരട്ടെ. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതുകൊണ്ട് മാത്രമേ ഈ പരമതാദരം നമുക്കുണ്ടാവുള്ളൂ. സ്വന്തം മതത്തിനെ മാത്രം ആദരിച്ചാൽ പോരല്ലോ, മറ്റൊരു മതത്തിലും അതിൽ നന്മ ഉണ്ടെങ്കിൽ ആദരിക്കണമല്ലോ. മുഹമ്മദ് നബി, കൃഷ്ണൻ, ക്രിസ്തു മുതലായിട്ടുള്ളവരെ ഒന്നും ഞാൻ ദൈവമായിട്ട് കാണുന്നില്ല. ദൈവം ഒന്നേ ഉള്ളൂ. അത് ഒരു ശക്തിയാണ്. എങ്ങനെയാണ് കൃഷ്ണൻ അങ്ങേ ഏത് രീതിയിലാണ്? കൃഷ്ണൻ എൻ്റെ മനസ്സിൽ കയറി പറ്റിയത് മഹാഭാഗവതം വായിച്ചപ്പോഴാണ്. കൃഷ്ണന്റെ കുട്ടിക്കാലം, അതിനെക്കുറിച്ച് നമ്മുടെ എൻ്റെ പൂർവികരായിട്ടുള്ള കവികൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാകവി വള്ളത്തോടിൻ്റെ 2 വരി പറയാം. ആറ്റിലേക്ക് അച്യുത ചാടൊല്ലേ ചാടൊല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. ഇത് സാധാരണ കവിതയല്ല, ഒരു മഹാകവിക്ക് മാത്രം എഴുതാൻ പറ്റുന്നൊരു കവിതയാണെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആറ്റിലേക്ക് എൻ കൃഷ്ണ ചാടല്ലേ ചാടല്ലേ എന്നല്ല, അച്യുതാൻ വെച്ചാൽ നിനക്ക് ഇനി അഥവാ നീ ചാടുവാണെങ്കിൽ നിനക്ക് നാശമില്ല എന്ന് മഹാകവി വള്ളത്തോട് വിസ്കരിച്ചു വെച്ചു. ഇവിടെയാണ് ഇൻഡെപ്ത് പോയട്രി ജനിക്കുന്നത്. ഒറ്റ പദം കൊണ്ട്, ഒരു പദപ്രയോഗം കൊണ്ടാണ് വള്ളത്തോളത് സാധിക്കുന്നത്. ആ വഴിക്ക് പോകാൻ ഞാൻ പലപ്പോഴും മുന്നിട്ടു. അതുകൊണ്ട് വൈലോപ്പിള്ളി പിന്നീട് എൻ്റെ കവിതകൾ തിരുത്തി തന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം തൃശ്ശൂരായിരുന്നു വളരെ കാലം. അദ്ദേഹം റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ ചെല്ലും കാണും സംസാരിക്കപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കവിത കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കവിത നന്നായിട്ടുണ്ട്, പക്ഷേ വള്ളത്തോളിൻ്റെ പരുവനാണെന്ന് തോന്നും എന്നെ നോക്കിയിട്ട് പറഞ്ഞു. അത് ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ ഇന്നും സൂക്ഷിക്കുക. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു എന്ന് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ സംഭവമാണ്. അതിൽ കൂടുതൽ ഭാവം വരണം, അത് ജീവിതം മുഴുവൻ കാണണം. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു. കണ്ണുനീരെന്നും വിളിച്ചു. അതുപോലെ മറ്റൊരു പടത്തിലേക്ക് ഞാൻ എഴുതി, ദൈവം മനുഷ്യനായി പിറന്നാൽ, ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ, ദൈവം മനുഷ്യനായി പിറന്നാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ തിരിച്ചു പോകും മുമ്പേ ദൈവം പറയും, മനുഷ്യ നീയാണ് എൻ്റെ ദൈവം. ഇത് പല വിമർശകന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സിനിമ പാട്ടല്ല, ഇത് നല്ല കവിതയാണ്, ഉദാത്തമായ കവിതയാണ്. ദാറ്റ് ഡിമാൻഡ്സ് ഇൻഡെപ്ത് റീഡിങ്. ആൻഡ് ഇൻഡെപ്ത് പോയട്രി നീഡ്സ് ഇൻഡെപ്ത് റീഡിങ്. എന്നാലേ അത് നിലനിൽക്കുള്ളൂ ഈ ലോകത്തിൽ. അങ്ങനെ കുറച്ചാളെങ്കിലും അത് മനസ്സിലാക്കുന്നവരുണ്ട്. അതിൽ കൂടിയാണ് എന്നെ പോലുള്ള കവികൾ ജീവിക്കുന്നത്. സാധാരണ നമ്മൾ വിമർശകന്മാരൊക്കെ പറയാറുണ്ട്, പാണ്ഡിത്യവും കവിത്വവും കൂടി ഒന്നിച്ചു പോവാൻ ബുദ്ധിമുട്ടാണ്. വളരെ പണ്ഡിതനായിട്ടുള്ള ആളുകൾ പാണ്ഡിത്യം കൂടുമ്പോൾ കവിത്വം കുറയുമെന്ന്. പണ്ഡിത്യം കൂടുന്തോറും കവിത്വം കൂടുകയേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കാളിദാസനാണ്, വള്ളത്തോളാണ്, മഹാകവി കുമാരനാശാനാണ്. പണ്ടേയുണ്ട് മനുഷ്യന് ഗുണപുരോ ഭാഗിത്വം, ആ ദുർഗുണം കണ്ടേറുന്ന വിവേകശക്തി അതിനെ കൊന്നില്ല ഇന്നേ വരെ. ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. കുമാരനാശാൻ എഴുതി എനിക്ക് മനസ്സിലായി. കാരണം
ഗുണപുരോഭാഗിത്വം എന്ന് വെച്ചാൽ ഗുണം കൊണ്ട് മറ്റൊരാൾ തന്നെക്കാൾ കൂടുതൽ മികച്ച് നിൽക്കുകയാണെന്ന് കണ്ടാൽ അപ്പോൾ ഒരു അസൂയ. ഗുണപുരോഹിത്വം ഭാഗിത്വം എന്ന് വെച്ചാൽ അസൂയ എന്നാണ് പച്ച മലയാളത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്തെടുത്ത് ഉണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് എൻ ഇൻഡെപ്ത് പോയട്രി. അതിന് ഇൻഡെപ്ത് റീഡിങ് കൂടിയേ തീരൂ. ന്യൂസ് പേപ്പർ വായിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് വായിക്കുന്ന ഒരാൾക്കൊന്നും അത് പിടിയിട്ടില്ല. ഞങ്ങളൊക്കെ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ ഈ നാട്ടിലെ പുരുഷന്മാരെയും സ്ത്രീയെയും ഒക്കെ തന്നെയാണ്. ഞങ്ങളുടെ കവിതയ്ക്ക് വിഷയമാക്കുന്നത് മറ്റൊന്നുമല്ല, ഈ നിൽക്കുന്ന ചെടി ഒക്കെ തന്നെയാണ്. ഏറ്റവും കുലീനമായിട്ട് സ്ത്രീയെ ദേവി എന്ന് സംബോധന ചെയ്തത് സാറിന്റെ പാട്ടുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. മഹത്തായ സ്ഥാനമാണ് സ്ത്രീക്ക്. വളരെ കുലീനമായി സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ ജനറേഷനും ഇല്ല. ഈ ജനറേഷന് ദൈവം നിലനിർത്തുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിലും അതിൻ്റെ ആകർഷണീയതയിലും കൂടിയിട്ടാണ്. ദൈവം മനഃപൂർവ്വം സൃഷ്ടിച്ചു തന്നെ. അതല്ലെങ്കിൽ പുരുഷൻ വന്ന് അവളെ സ്നേഹിക്കില്ലായിരുന്നു. അതിൽ നിന്ന് സന്താനം ഉടലെടുക്കില്ല. ഇല്ലെങ്കിൽ അതോടുകൂടി ജനറേഷൻ നിന്നു, ഭൂമി ഭസ്മമായില്ലേ. അപ്പം ഇത് തുടർന്ന് പോകത്തക്ക വിധത്തിൽ വേണമെങ്കിൽ അവളുടെ കണ്ണും അവളുടെ മൂക്കും അവളുടെ ചുണ്ടും ഇതെല്ലാം പുരുഷന്മാർക്ക് അഭികാമ്യമായി തീരുന്ന വിധത്തിൽ സൃഷ്ടി നടത്തിയത് തന്നെ. അതീവ ആത്യന്തികമായിട്ടുള്ള രഹസ്യങ്ങളിലേക്ക് നമ്മൾ തുറന്നു ചെല്ലുകയാണ്. മനസ്സ് ഉൾക്കണ്ണ് വേണം. ഉൾക്കണ്ണോട് കാണുകയാണെങ്കിൽ മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് വെച്ചാൽ പെണ്ണ്. അതുപോലെ ഏറ്റവും ഭാഷയിലെ ഏറ്റവും പ്രൗഢമായ ഭാഷയിൽ അങ്ങ് ഗാനരചന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമ്പ്രാൻ കൊതിച്ചത് മലരമ്പ് അല്ലെങ്കിൽ ഓമലാളെ കണ്ടു ഞാൻ വളരെ നാടൻ ശീലുകളിൽ ശരിയായിട്ട് എൻ്റെ യത്നത്തിന് തരുന്ന മാർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈശ്വരൻ എന്നെ പ്രൗഢനായിട്ട് സൃഷ്ടിച്ചു. നമുക്ക് ഭക്ഷിക്കാൻ തരുന്ന ഒരു വാഴ കുലച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? സൂക്ഷിച്ച് നോക്കണം. എന്നടാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നായക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കണം മാതിരിയല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. പട്ടുകുട ചൂടിയിട്ടൊക്കെയാണ് വാഴ കുലച്ച് വരുന്നത്. നമുക്ക് മനുഷ്യൻ തിന്നാൻ വേണ്ടിയിട്ട് തരുമ്പോൾ എങ്ങനെയും ചെയ്യാമല്ലോ. ഹീനമായിട്ടുള്ള വിധത്തിലൊരു സൃഷ്ടി ഉണ്ടാക്കാം. വാഴയുടെ ആ വാഴക്കൂമ്പുമായിട്ടുള്ളൊരു ഡ്രസ്സ് അതുപോലുള്ള ശരിക്കും ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനൊരു കാരണം പ്രൗഢമായിട്ടുള്ള സൃഷ്ടികളാണ് ഈശ്വരൻ്റെ. ആ നിലയ്ക്ക് മനുഷ്യനെ ഉയർത്തുന്നതായിരിക്കണം ഉദാത്തമായ കവിത. അതാണ് എൻ്റെ കവിത പ്രൗഢമായിരിക്കാനുള്ള കാരണം. അതേ ആള് തന്നെയാണ് ഇത്രയും നാടൻ ശീലുകളിലും കവിത എഴുതിയിരിക്കുന്നത്. ഈ ഒരു വൈവിധ്യം എങ്ങനെയാണ്? അതിൽ മറ്റൊരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടോ, സിനിമയിൽ പാടുന്നത് കവിയല്ല, കഥാപാത്രമാണ്. ഒരു നാടൻ കഥാപാത്രം കണ്ണുപൂട്ടുമ്പോൾ പാടുന്നൊരു പാട്ടാണെങ്കിൽ എനിക്കവിടെ ഭഗവത്ഗീത ചില എഴുതാൻ പറ്റുമോ? ഇല്ല. അത് ആ കഥാപാത്രത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള സംസാരം എഴുതണം. അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയും, സിനിമാ പാട്ട് പോയട്രി അല്ല, അപ്ലൈഡ് പോയട്രിയാണ്. Grand Kerala Shopping Festival 2012.